നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മയാമിയുടെ ഈ സീസൺ അതിപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, MLS കോമ്പറ്റീഷനിൻ്റെ പ്ലേ ഓഫ് മത്സരത്തിൽ അറ്റ്ലാന്റ യുണൈറ്റഡിനോട് അവർ പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് പ്ലേ ഓഫിൽ വെച്ചുകൊണ്ട് തന്നെ ഇൻ്റർ മയാമി പുറത്തായിട്ടുള്ളത്. എന്നാൽ അതിനു മുൻപ് ഷീൽഡ് കിരീടം സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചു എന്നത് തീർച്ചയായും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇൻ്റർ മയാമിയെ ഇതുവരെ പരിശീലിപ്പിച്ച ജെറാർഡോ മാർട്ടീനോ അഥവാ ടാറ്റ മാർട്ടീനോ അവരുടെ പരിശീലക സ്ഥാനത്ത് നിന്നും ഇപ്പോൾ പടിയിറങ്ങുകയാണ്. ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടാറ്റ മാർട്ടിനോയാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരുന്ന വെള്ളിയാഴ്ച ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട്. അതിൽ അദ്ദേഹം ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് അറിയിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, 2023 ജൂൺ മാസത്തിലായിരുന്നു ടാറ്റ മാർട്ടിനോ ഇൻ്റർ മയാമിയുടെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റത്. ഒരുപാട് മികച്ച താരങ്ങൾ അദ്ദേഹത്തിന് കീഴിൽ കളിച്ചു. മെസ്സി കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഗ്സ് കപ്പ് കിരീടം അഥവാ ഇൻ്റർ മയാമി എന്ന ക്ലബിൻ്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള പരിശീലകൻ അത് ടാറ്റ മാർട്ടിനോ തന്നെയാണ്. ഇതിനു പുറമെ MLS ഷീൽഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞു. കൂടാതെ പോയിന്റുകളുടെ കാര്യത്തിൽ ഒരു റെക്കോർഡ് അവർ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരുപിടി നേട്ടങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഒരു അർജന്റീൻ പരിശീലകൻ ഇപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നത്. ഏതായാലും അടുത്ത വർഷം ലയണൽ മെസ്സി ഒരു പുതിയ പരിശീലകന് കീഴിലാണ് ഇൻ്റർ മയാമിയിൽ കളിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.